ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയ ദൈവദാസ, ഹല്ലേലൂയ. ഞാൻ 40 വർഷം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. ഹല്ലേലൂയ. 2 വർഷം മുമ്പ് നാട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ഈ സഭയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. തകർന്ന അവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ 8 മാസം എനിക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദേവദാസനോട് പറയും, ഹല്ലേലൂയ ദേവദാസനെ ഇങ്ങനെ 8 മാസം പൈസ കിട്ടാനുണ്ട്, അതിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുവാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അതെല്ലാം ശരിയായി. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതാ. എന്നാൽ എനിക്ക് ഇന്ന് വാട്സപ്പിൽ നോക്കുമ്പോൾ എനിക്ക് വിസ വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പോകുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാം. അങ്ങോട്ട് വിളിച്ചു. ഞാൻ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മസ്കറ്റിലേക്ക് കടന്നു പോകും ആ പൈസ മേടിക്കാൻ. ഹല്ലേലൂയ. ഒരാഴ്ച മുമ്പ് ദേവദാസൻ എന്നോട് പറഞ്ഞു, ഈ ദേവദാസന് വിഷം കിട്ടി. ഹല്ലേലൂയ. ഞാൻ ഫ്ലൈറ്റിൽ കയറി പോകുന്നതായിട്ട് ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്ന് MD വിളിച്ചു, ബേബി ഇവിടെ വരണം. ഹല്ലേലൂയ. ഞാൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. പെട്ടെന്ന് വിസ കിട്ടും. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകും അത് റിസീവ് ചെയ്യാനായിട്ട്. കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ മീറ്റിങ്ങിന് ഒരു അസാധാരണ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സൈഡിലോട്ട് തിരിയുമ്പം ബേബി ചാൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ച കണ്ടു. ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു, അടുത്ത ദിവസം അവിടുത്തെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് നടക്കാത്ത കേസ് അനുകൂലമായി തന്നെ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ MD വിളിച്ചു, വേഗത്തിൽ കയറി വാ ഉള്ള പൈസ വാങ്ങിക്കാനായിട്ട്. ഒന്ന് വിശ്വസിക്കാൻ. അത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറയുമ്പം കർത്താവിനോട് പറഞ്ഞ് ആ പൈസ മാത്രമല്ല, മസ്കറ്റിൽ വേറെ ചില ആനുകൂല്യം കൂടെ, ചില ഫേവറുകൾ തൻ്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ഒന്ന് നന്ദി പറഞ്ഞ് കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം.